തായ്ലൻഡ് പൗരന്മാർ ഇവരെയാണ് ഈ 4 പേരിൽ കാണാതായിട്ടുള്ളത്. ഇവർക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് വൃന്ദ. ശരി അഭിന, തുടരുക. ഇപ്പോൾ ജോസഫ് അഗസ്റ്റിൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ജോസഫ്, നിലവിൽ 22 ജീവനക്കാരാണ് ഈ കപ്പലിൽ ഉണ്ടായിരുന്നത്. ഇതിൽ 18 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഇവരെ മംഗളൂരിലേക്കാണ് കൊണ്ടുവരിക എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. അപ്രകാരമാണെങ്കിൽ അവരെ ഇവിടെ എത്തിച്ചതിന് ശേഷമുള്ള നടപടിക്രമങ്ങൾ എന്തായിരിക്കും? വൃന്ദ, മംഗലാപുരത്തെ AJ ഹോസ്പിറ്റലിൽ 18 പേർക്ക് വേണ്ടിയുള്ള അതിതീവ്ര വിഭാഗം ഇപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഡോക്ടേഴ്സിനോടെല്ലാം തന്നെ അടിയന്തരമായി ഇവിടെ എത്തിച്ചേരാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. മംഗലാപുരം പോർട്ടിലാണ്, മംഗളൂർ പോർട്ടിലാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇവരെ എത്തിച്ചേർക്കുക. അതിനുശേഷം ഇവിടുന്ന് 5 കിലോമീറ്റർ അകലെയുള്ള AJ ഹോസ്പിറ്റലിലേക്ക് ഇവരെ റെഫർ ചെയ്യുമെന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരടക്കം വ്യക്തമാക്കുന്നത്. എന്തായാലും 18 പേർക്കുള്ള സജ്ജീകരണങ്ങൾ അടിയന്തരമായി ഒരുക്കാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരുന്നത്. നേരത്തെ ഈ 18 പേർക്കുള്ള ചികിത്സ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഈ KMC അടക്കമുള്ള ഹോസ്പിറ്റലിലേക്ക് മാറ്റുമെന്നായിരുന്നു വിവരം ലഭിച്ചത്. പക്ഷേ എല്ലാവരെയും AJ ഹോസ്പിറ്റലിലേക്ക് തന്നെ മാറ്റാനുള്ള തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഈ പരിക്കേറ്റ ആളുകളുടെ കൂടുതൽ വിവരങ്ങൾ, അതായത് ഈ പരുക്കിന്റെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ലെങ്കിലും 2 പേരുടെ സ്ഥിതി അതീവ ഗുരുതരമായി തുടരുന്നുണ്ട് എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള മുൻകരുതലുകളെല്ലാം ഡോക്ടേഴ്സിന്റെ ഭാഗത്തു നിന്ന് തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. AJ ഹോസ്പിറ്റലിൽ നമ്മൾ ചെന്ന സമയത്തും അവിടെ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇതിനോടകം തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. രാത്രി 10 മണിയോട് കൂടി തന്നെ ഈ രക്ഷാ ദൗത്യവുമായി ഈ കപ്പൽ ഇവിടെ എത്തിച്ചേരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിന്റെ ബാക്കി ഒരുക്കങ്ങൾ ഇപ്പോൾ ഇവിടെ തന്നെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ മംഗലാപുരം എയർപോർട്ടിലേക്ക് ആംബുലൻസ് അടക്കമുള്ള സംവിധാനങ്ങളും എത്തിച്ചേർത്തിട്ടുണ്ട്. എന്തായാലും AJ ഹോസ്പിറ്റലിൽ അതിവിപുലമായ സംവിധാനങ്ങളാണ് ഇവരുടെ ചികിത്സയ്ക്ക് വേണ്ടി നൽകിയിട്ടുള്ളത്. നിരവധി പേരുടെ നില ഗുരുതരമായും അതീവ ഗുരുതരമായും തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. നിലവിൽ 18ഓളം പേരാണ് ഇപ്പോൾ പൊള്ളലേറ്റ് ചികിത്സയ്ക്ക് വിധേയമാകേണ്ടിയിരിക്കുന്നത്. എന്തായാലും 10 മണിയോടുകൂടി തന്നെ മംഗലാപുരം പോർട്ടിൽ ഇവരെ എത്തിച്ചുകൊണ്ടുള്ള രക്ഷാദൗത്യം വഹിച്ചുകൊണ്ടുള്ള കപ്പൽ എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല, അടിയന്തര സാഹചര്യം നേരിടുന്നതിന് വേണ്ടി എല്ലാവിധ ഒരുക്കങ്ങളും AJ ഹോസ്പിറ്റലിൽ ഇതിനോടകം പൂർത്തീകരിച്ചിട്ടുണ്ട്. വൃന്ദ, തീർച്ചയായും 10 മണിയോടുകൂടി തന്നെ ഈ രക്ഷപ്പെടുത്തിയവരെ മംഗലാപുരത്ത് എത്തിക്കും തുടങ്ങിയിട്ടുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. അഴീക്കൽ തുറമുഖത്തിന് സമീപം തീപിടിച്ച കപ്പലിൽ ഉണ്ടായിരുന്ന 22 ജീവനക്കാരായിരുന്നു ഈ കപ്പലിൽ ഉണ്ടായിരുന്നത്. ഇതിൽ കടലിൽ ചാടിയ 18 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. 4 പേരെ കാണാനില്ല. പരിക്കേറ്റ 5 പേരിൽ ഒരാളുടെ നില ഗുരുതരമായി തുടരുകയാണ്. ICU അടക്കം ചികിത്സാ സൗകര്യങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ടെന്ന് അഴീക്കൽ പോർട്ട് ഓഫീസർ ക്യാപ്റ്റൻ P. അരുൺകുമാർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് ബേപ്പൂർ പോർട്ട് ഓഫീസർ ഹരി അച്യുതവാര്യർ അടക്കം പറഞ്ഞിരുന്നത്. എന്നാൽ ഇത്തരത്തിൽ ഈ അഴീക്കൽ തുറമുഖത്തിന് സമീപം ഈ അപകടത്തിൽപ്പെട്ട വാൻഹായ് കപ്പലിൽ നിന്ന് കൂടുതൽ തീ പടരുന്ന ഒരു സാഹചര്യം തന്നെയാണ്. കൂടുതലായിട്ടും ഈ തീ എല്ലായിടത്തേക്കും എത്തുന്ന ഒരു സാഹചര്യം, പ്രത്യേകിച്ച് അത്തരത്തിലൊരു രക്ഷാദൗത്യം, തീ അണക്കൽ, തീ നിയന്ത്രണ വിധേയമാക്കൽ എന്നിവ അടക്കം തന്നെ ദുഷ്കരമായി തുടരുകയാണ്. അഭിനയുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അഭിന, നിലവിൽ ഈ ഒരു കപ്പൽ പൂർണ്ണമായി കത്താൻ തുടങ്ങുന്നത് വളരെ രീതിയിൽ ആശങ്ക പരത്തുന്ന ഒന്നാണ്. അത്തരത്തിൽ ജനങ്ങളിലേക്ക് അടക്കം തന്നെ വലിയ രീതിയിൽ ആശങ്ക ഉണ്ടാകുന്ന ഒരു സാഹചര്യം തന്നെയാണ്. വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും